വെൽക്കം. തഹമനാണ്. ആന്റി ഡയബറ്റിക് ഡ്രഗ്സ് വീഡിയോ സീരീസിലെ നമ്മുടെ 5ാമത്തെ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഗ്ലിപ്റ്റിൻസ് വിഭാഗം മരുന്നുകളെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ അവയെ നമ്മൾ വിളിക്കുക DPP-4 ഇൻഹിബിറ്റേഴ്സ് എന്നാണ് നമ്മൾ അവയെ വിളിക്കുക. സോ ഇത് വായിലൂടെ ഗുളികയും മറ്റുമായിട്ട് കഴിക്കുന്ന ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഡ്രഗ് ആണ്. OHA ഓറൽ ആന്റി ഡയബറ്റിക് ഡ്രഗ്സിലെ വരുന്നതാണ് DPP-4 ഇൻഹിബിറ്റേഴ്സ്. സോ ഇതൊരു ഫസ്റ്റ് ലൈൻ ഡ്രഗ് അല്ല. സാധാരണ മറ്റ് മരുന്നുകൾക്കൊപ്പം ആഡ് ഓൺ ഡ്രഗ് ആയിട്ടൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുക. എങ്കിലും ചിലപ്പോൾ ഇപ്പോൾ മെറ്റ്ഫോർമിനൊന്നും കഴിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മോണോതെറാപ്പി ആയിട്ടും വേണമെങ്കിൽ ഉപയോഗിച്ചേക്കാം. ഓക്കെ, സോ പ്രീ ഡയബറ്റിസിനും കൊടുത്തേക്കാം. സോ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഈ മരുന്നുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ദ ഡ്രഗ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻക്രെറ്റിൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇൻക്രെറ്റിൻസ് ആൻഡ് ദർ അനലോഗ്സ് മരുന്നുകളെല്ലാം തന്നെ ഗ്ലൂട്ടൈഡ്സ് ആണ് അല്ലെ. ലിറാഗ്ലൂട്ടൈഡ്, എക്സിനിറ്റൈഡ് പോലെയുള്ള മരുന്നുകളാണ് നമ്മൾ പറഞ്ഞത്. സോ അവിടെ നമ്മൾ പറഞ്ഞത് നമ്മൾ ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ ഉദാഹരണം ഞാൻ ഡിയോഡിനം എന്ന് വരയ്ക്കാം, അല്ലെങ്കിൽ സ്റ്റൊമക്കും ഡിയോഡിനം ഇത്തിരി വലുതായിട്ട് ഞാൻ വരയ്ക്കുകയാണ്. സോ ഇവിടെ സ്ഫിങ്ക്റ്റർ ഉണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആമാശയം. നമ്മൾ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം ഇവിടെ എത്തി. ഇവിടെ നിന്ന് ആമാശയത്തിൽ നിന്ന് പിന്നീട് അല്പാൽപമായിട്ട് വളരെ കുറഞ്ഞ എമൗണ്ടിൽ ചെറിയ ഇതായിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സോ ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗമാണ്, ചെറുകുടലിന്റെ ഭാഗമാണ്. ചെറുകുടലിന്റെ ആദ്യ ഭാഗം, ഈ ഭാഗത്തെ നമ്മൾ ഡിയോഡിനം എന്നാണ് വിളിക്കുക. ഡിയോഡിനത്തിലെത്തി. സോ ഈ ഡിയോഡിനത്തിൽ ചില ന്യൂറോ എൻഡോക്രൈൻ സെൽസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒരു ന്യൂറോ എൻഡോക്രൈൻ സെൽസ് ആർ ഐ സെൽസ് ആണ്. ഐ സെൽ. രണ്ടാമത്തെ ന്യൂറോ എൻഡോക്രൈൻ സെൽസ് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ പേര് കെ സെൽസ് എന്ന്. സോ ദർ ആർ ന്യൂറോ എൻഡോക്രൈൻ സെൽസ് കോൾഡ് ആസ് ഐ സെൽസ് ആൻഡ് കെ. ഈ ഐ സെൽസ് ഉണ്ടാക്കുന്നത് GLP-1 ആണ്. GLP-1 ആണ്. ആൻഡ് കെ സെൽസ് ഉണ്ടാക്കുന്നത് GIP ആണ്. GIP. സോ ഈ GLP-1നെയും GIP-നെയും കൂടി ചേർത്തിട്ട് നമ്മൾ വിളിക്കുക, അതിനെയാണ് നമ്മൾ ഇൻക്രെറ്റിൻസ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ഈ ഇൻക്രെറ്റിൻസിന് പ്രധാനമായിട്ടും 3 പണികളാണ് ശരീരത്തിനകത്തുള്ളത്. ഒന്ന്, ഇൻക്രെറ്റിൻസ് ഇവിടെ നിന്ന് ബ്ലഡിലൂടെ വീണ്ടും സ്റ്റൊമക്കിലെത്തിയിട്ട് ആദ്യത്തെ പണി സ്റ്റൊമക്കിന്റെ മോട്ടിലിറ്റി കുറയ്ക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഫുഡ് കുറയ്ക്കുക. സോ ഇവിടെ ഓൾറെഡി ഫുഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പതിയെ മതി. സോ അതാണ് ഒരു പണി. സോ ഡിക്രീസ് ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി ആണ് ഒരു പണി. രണ്ടാമത്തെ പണി ബ്രെയിനിലാണ്. ബ്രെയിനിലേക്ക് പോകും. ബ്രെയിനിൽ ഇപ്പോൾ ഇവിടെ ഹൈപ്പോതലാമസിൽ ഇത് പിറ്റ്യൂട്ടറി ആണ്. സോ ഇത് ഹൈപ്പോതലാമസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ബ്രെയിൻ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഹൈപ്പോതലാമസിലെത്തിയിട്ട് അവിടെ സറ്റൈറ്റി സെന്റർ ഉണ്ട്. സറ്റൈറ്റി എന്ന് വെച്ചാൽ വിശപ്പ് ഇല്ലാതെയാവുന്ന, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് സംതൃപ്തി കിട്ടുക അല്ലെ. അപ്പോൾ ഓക്കെ, തൃപ്തിയായി എന്ന് പറയുന്ന ആ ഭാഗം അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നു. സോ രണ്ടാമത്തെ ജോലി അവിടെയാണ്. സറ്റൈറ്റി സെന്ററിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കുറയ്ക്കും. മൂന്നാമത്തത് ഇത് ചെന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന ഇവിടെയാണ്. ഇവിടെ പാൻക്രിയാറ്റിക് ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്. പാൻക്രിയാറ്റിസിലുള്ള ബീറ്റാ സെൽ ഉണ്ട്, ആൽഫാ സെൽ ഉണ്ട്. ഇത് ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറ്റി വരികയാണെങ്കിൽ ഇത് ബീറ്റാ സെല്ലാണ്. ബീറ്റാ സെല്ലിൽ പോയി പ്രവർത്തിച്ചിട്ട് ഇവിടെ വന്ന് പ്രവർത്തിച്ചിട്ട് ഇവിടെ നിന്ന് ഇൻസുലിൻ കൂടുതലായിട്ട് റിലീസ് ചെയ്യും. സോ ഇൻസുലിൻ റിലീസ് വർദ്ധിപ്പിക്കുക. രണ്ടാമത്തത് ആൽഫാ സെല്ലാണ്. ആൽഫാ സെല്ലിൽ ചെന്ന് ഇവിടെ ഒന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ നിന്ന് പുറപ്പെടുക്കുന്ന ഗ്ലൂക്കഗോണിന്റെ അളവ് കുറയ്ക്കുക. സോ ഇൻസുലിൻ വർദ്ധിപ്പിക്കുകയും ഗ്ലൂക്കഗോൺ കുറയ്ക്കുകയും ചെയ്യും. ആൻഡ് ഇതാണ് ഇവയുടെ ആക്ഷൻ. സോ ഇവയുടെ ഫലമായിട്ട് ബ്ലഡ് ഷുഗർ ലെവൽ താഴും. അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. സോ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഇൻക്രെറ്റിൻസ്, ഈ ഇൻക്രെറ്റിൻസ് ഒരു പോളിപെപ്റ്റൈഡ്സ് ആണ്. പോളിപെപ്റ്റൈഡ്സ് എന്ന് വെച്ചാൽ അമിനാസിഡ് ഇങ്ങനെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ഇൻക്രെറ്റിൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവയ്ക്ക് അധിക നേരം ആയുസില്ല. പരമാവധി 1 to 3 minutes ആണ് ഇവ പ്രവർത്തിക്കാനായിട്ട് സമയം കിട്ടുക. ബ്ലഡിലേക്ക് വിടുന്നു, പിന്നെ പെട്ടെന്ന് നശിച്ചു പോകും. ആൻഡ് ഇവയെ നശിപ്പിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഇവയെ നശിപ്പിക്കുന്നതിന് മറ്റ് പല എൻസൈംസ് ആണ്. ആൻഡ് ഇൻക്രെറ്റിൻസ് എന്ന് പറഞ്ഞാൽ അമിനാസിഡ് ചേർന്നാണെന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രോട്ടീൻ ആണ്. സോ ഇവയെ നശിപ്പിക്കാൻ പ്രോട്ടിയേസസ് കഴിവുള്ള പ്രോട്ടിയേസസ് ആയിട്ടുള്ള എൻസൈംസിനാണ് ഇവയെ നശിപ്പിക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എൻസൈംസ് വേണം. സോ ഈ ഇൻക്രെറ്റിൻസിനെ നശിപ്പിക്കുന്ന പ്രോട്ടിയേസ് എൻസൈം ആണ് DPP-4. സോ DPP-4 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻക്രെറ്റിൻസ്, ഇങ്ങനെ ഉണ്ടായ ഇൻക്രെറ്റിൻസിനെ വേഗം നശിപ്പിക്കുന്നതാണ്. ആൻഡ് DPP-4 ഒരു 776 അമിനോ ആസിഡ് ഉള്ള ഒരു പ്രോട്ടീൻ ആണ്. അതാണ് ഡൈപെപ്റ്റിഡൈൽ പെപ്റ്റിഡേസ് 4. സോ DPP സ്റ്റാൻഡ്സ് ഫോർ ഡൈപെപ്റ്റിഡൈൽ പെപ്റ്റിഡേസസ് 4 ആണ് DPP-4. സോ അപ്പോൾ DPP-4 ആണ് ഇൻക്രെറ്റിൻസിന്റെ ആയുസ് നിശ്ചയിക്കുന്നത്. ഇൻക്രെറ്റിൻസ് എത്ര നേരം ഫംഗ്ഷനിങ് ആവണം എന്ന് തീരുമാനിക്കുന്നത് DPP-4ന്റെ പ്രവർത്തനം അനുസരിച്ചിട്ടിരിക്കും. സപ്പോസ് ഇഫ് യു സ്റ്റോപ്പ്, ഈ DPP-4നെ തടസ്സപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഇൻക്രെറ്റിൻസ് കൂടുതൽ നേരം ജീവിച്ചിരിക്കും. സോ ഇൻക്രെറ്റിൻസിന്റെ എമൗണ്ട് കൂടുതലായിട്ട് ബ്ലഡിൽ നിൽക്കും, അല്ലെങ്കിൽ ഇൻക്രെറ്റിൻസിന്റെ ആയുസ് വർദ്ധിപ്പിക്കാം. അപ്പോൾ ഇൻക്രെറ്റിൻസ് ചെയ്യുന്ന 3 പണികളും അവ കൂടുതലായിട്ട് ചെയ്യുകയും കൂടുതൽ അളവിൽ ബ്ലഡ് ഷുഗർ ലെവൽ താഴ്ത്തുകയും ചെയ്യാം. സോ നമ്മളിവിടെ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ മരുന്നുകളും ഈ DPP-4 എൻസൈമിനെ തടയുന്ന മരുന്നാണ്. സോ ദാറ്റ്സ് വൈ വി
കോൾ ദം ആസ് DPP4 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന മരുന്ന്, അല്ലെങ്കിൽ നമ്മൾ അവയെ ഗ്ലിപ്റ്റിൻസ് എന്നാണ് വിളിക്കുക. ഇനി DPP4 അപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് പ്ലാസ്മയിലുണ്ട്, സോലുബിൾ DPP4 ഉണ്ട്. മറ്റെല്ലാ സെല്ലും, ശരീരത്തിലെ എല്ലാ സെല്ലുകളിലും DPP4 ഉണ്ട്. ആൻഡ് ഈ DPP തന്നെ പലതരം ഉണ്ട്. DPP ആണ് ഞാൻ പറഞ്ഞത്, 4 അല്ല. DPP പലതരം ഉണ്ട്, അതിൽ ഒരു തരമാണ് 4. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ DPP4നെ സെലക്റ്റീവായിട്ട് DPP4നെ മാത്രം തടയുന്ന മരുന്നുകളാണ് എന്നുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. DPP ഇൻഹിബിറ്റേഴ്സ് എഴുതി ശരിയാവില്ല, DPP4 ഇൻഹിബിറ്റേഴ്സ് എന്ന് തന്നെ. സോ ഇൻക്രിറ്റിൻസ് കൂടുതൽ നേരം സർവൈവ് ചെയ്യും. സോ ഇൻക്രിറ്റിൻസ് കൂടുതൽ നേരം സർവൈവ് ചെയ്യുന്നാൽ GI മോട്ടിലിറ്റി കുറയും. സോ ഇവിടേക്ക് എത്തുന്നത് ഫുഡ് എമൗണ്ട് കുറയും, സോ അബ്സോർപ്ഷൻ കുറയും, അങ്ങനെ ഗ്ലൂക്കോസ് ലെവൽ കുറയും. കൂടുതൽ സറ്റേറ്റി ഉണ്ടാകും, പെട്ടെന്ന് നമുക്ക് വയറ് നിറയുന്നു, ഭക്ഷണം ഇനി വേണ്ട എന്ന് കഴിക്കുന്നു. അല്ലെങ്കിൽ ടേസ്റ്റ് സെന്ററിനെ അത് മാസ്ക് ചെയ്യും, അല്ലെങ്കിൽ ടേസ്റ്റ് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നില്ല, അപ്പോൾ ഭക്ഷണത്തോട് വിരക്തി തോന്നും. കൂടുതൽ ഇൻസുലിൻ റിലീസ് ചെയ്യും. ഇൻസുലിൻ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ ഇൻസുലിൻ ഉണ്ടെങ്കിൽ കൂടുതൽ ബ്ലഡ് ഷുഗർ ലെവൽ താഴും. ഗ്ലൂക്കോഗോണിന്റെ എമൗണ്ട് കുറയ്ക്കും, ഗ്ലൂക്കോഗോണിന്റെ റിലീസ് കുറയ്ക്കും. സോ ഗ്ലൂക്കോഗോൺ എന്താ ചെയ്യുക? ഗ്ലൂക്കോഗോൺ ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടുന്ന സാധനമാണ് ഗ്ലൂക്കോഗോൺ എന്ന് പറയും. സോ അതിനെ തടയുന്നു. സോ ഓൾടുഗദർ ഇൻക്രിറ്റിൻസിന്റെ ആക്ഷൻ വർധനയായിരിക്കും ഉണ്ടാകുക. സോ ഇതാണ് ഗ്ലിപ്റ്റിൻസ് ഓർ DPP4 ഇൻഹിബിറ്റേഴ്സിന്റെ പ്രവർത്തന രീതി. ഇനി എന്താണ് DPP4ന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മരുന്നുകൾ നേരിട്ട് ബീറ്റാ സെല്ലിൽ പ്രവർത്തിക്കുന്നില്ല. നേരിട്ട് ബീറ്റാ സെൽ ആക്ടിവേഷൻ എന്ന് പറയുന്ന പ്രവർത്തനം നേരിട്ട് ഇല്ല. അത് അഡ്വാൻറ്റേജ് ആണ്. നേരിട്ട് ബീറ്റാ സെല്ലിൽ പ്രവർത്തിക്കുന്നില്ല. ശരീരം സ്വന്തമായിട്ടുണ്ടാക്കുന്ന ഇൻക്രിറ്റിൻസിന്റെ പണി സുഗമമാക്കുക മാത്രമാണ് ചെയ്യുക. സോ അതുകൊണ്ട് ഇംപ്രൂവ്സ് ബീറ്റാ സെൽ ഫംഗ്ഷൻ. ബീറ്റാ സെല്ലിന്റെ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുകയാണ് ഈ മരുന്നുകൾ. നോ എക്സ്ട്രാ പ്രഷർ. സൾഫണലിവറിയൊക്കെ ബീറ്റാ സെല്ലിനെ പോയിട്ട് ഇൻസുലിൻ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവ ഒന്നും ചെയ്യുന്നില്ല. ദെൻ ഗ്ലൂക്കോഗോണിന്റെ റിലീസ് സപ്രസ് ചെയ്യുന്നുണ്ട്. ഗ്ലൂക്കോഗോണിന്റെ റിലീസ് സപ്രസ് ചെയ്യുമ്പോൾ അതും മൂലം ബീറ്റാ സെല്ലിന്റെ ഫംഗ്ഷൻ കുറേ കൂടി ഇംപ്രൂവ്. സോ ബീറ്റാ സെല്ലിന് പ്രഷർ കുറവായിരിക്കും. മൂന്നാമത്തത്, ഇത് രണ്ടും ചെയ്യുന്നത് കൊണ്ട് ദേ ഇൻക്രീസ് ഓർ ഇംപ്രൂവ്സ് ഇൻസുലിൻ. സോ ഇംപ്രൂവ്സ് ദ ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് എന്തിന് കാരണം? പ്രധാനമായിട്ടും ഡയബറ്റീസിന് കാരണം. ഓക്കെ, അത് കുറയ്ക്കുന്നു. സപ്രസ് ഗ്ലൂക്കോഗോൺ. ദെൻ ഓൾസോ സപ്രസ് അപ്പിറ്റൈറ്റ്. മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ നമുക്ക് എഴുതാവുന്നത് അപ്പിറ്റൈറ്റ് സപ്രഷൻ ആൻഡ് ടേസ്റ്റ് സപ്രഷൻ. ഇത് രണ്ടും കുറയുന്നതുകൊണ്ട് ഭക്ഷണത്തോടുള്ള ആ ആസക്തി അത് കുറഞ്ഞിരിക്കും. സോ ഈ മരുന്നുകൾ വേറൊരു അഡ്വാൻറ്റേജ്, ഈ മരുന്നുകൾ സ്വന്തമായിട്ട് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. നോ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കുന്നില്ല. നോ ഹൈപ്പോഗ്ലൈസീമിയ. അത് ഭയങ്കരമായിട്ടുള്ള ഗുണമാണ്, എസ്പെഷ്യലി ഇൻ ഓൾഡ് ഏജ് പീപ്പിൾ. ഓൾഡ് ഏജിലൊക്കെ രാത്രി ഹൈപ്പോഗ്ലൈസീമിക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ദെൻ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനേക്കാൾ ദിസ് വിൽ ഡിക്രീസ് ദ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ലെവൽ. ഫാസ്റ്റിംഗ് കുറയ്ക്കും, പക്ഷെ ഇതാണ് കൂടുതലായിട്ട് കുറയ്ക്കുക. എന്തുകൊണ്ടാണ്? ഇൻക്രിറ്റിൻസ് ഉണ്ടാകുന്നത് ഭക്ഷണത്തിന് ശേഷമാണ്. സോ ഭക്ഷണത്തിന് ശേഷം ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് ലെവൽ, അമിതമായിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസ് ലെവലാണ് കുറയ്ക്കുക, കൂടുതലായിട്ട് കുറയ്ക്കുക. പോസ്റ്റ് പ്രാൻഡിയൽ ഹൈഗ്ലൈസീമിയാണ് കുറയ്ക്കുക. ആൻഡ് നാലാമത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്, ഇത് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്നില്ല. നോ വെയിറ്റ് ഗെയിൻ, നോ വെയിറ്റ് ലോ. വെയിറ്റ് ഗെയിനും വെയിറ്റ് ലോസും ഉണ്ടാക്കുന്നില്ല. ആൻഡ് ദീസ് ആർ വെയിറ്റ് ന്യൂട്രൽ ഡ്രഗിലാണ് ADA, അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ, ഇതിനെയും മെറ്റ്ഫോർമിനെയും DPP4നെയും പെടുത്തിയിരിക്കുന്നത് വെയിറ്റ് ന്യൂട്രൽ വിഭാഗത്തിലാണ്. സോ വെയിറ്റ് ഗെയിൻ ഇല്ല എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. സോ ഒറ്റയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈക്വലി എഫിക്കേഷ്യസ് ആണ്. ആസ് തിയാസോളിഡോൺ ഡയോൺസ് ആയാലും സൾഫണലിയൂറിയ ആയാലും ആൽഫ ഗ്ലൂക്കോസിഡേസ്, ഈ മരുന്നുകളൊക്കെ ഈക്വലി എഫിക്കേഷ്യസ് ആണ്. HbA1c ഒരു ആവറേജ് 0.75% എങ്കിലും കുറയ്ക്കുന്നുണ്ട്. 0.4 to 125 അത്രയൊക്കെ കുറയ്ക്കുന്ന മരുന്നുകളുണ്ട്, എങ്കിലും ഒരു മിനിമം ഇത്രയെങ്കിലും കുറച്ച് കിട്ടും. ദെൻ ഫാസ്റ്റിംഗ് ഗ്ലൈസീമിയ കുറയ്ക്കുക, ഒരു 18 mg/dL എങ്കിലും ഫാസ്റ്റിംഗ് കുറയ്ക്കും. അപ്പോൾ അത് ഏകദേശം 10 to 35% വരെ കുറയ്ക്കാൻ പറ്റും. ദെൻ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ലെവൽ ഒരു 25 mg/dL എങ്കിലും കുറയ്ക്കും. ഓക്കെ, ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയാവുന്നത്, ഈ മരുന്നിന് പല പ്രശ്നങ്ങൾ ഉണ്ടായത് മൂലം മരുന്ന് നിർത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഓക്കെ, സോ കംപ്ലയൻസ് ഓഫ് ദിസ് ഡ്രഗ് ഈസ് സ്മോൾ. സോ ഡയബറ്റീസിൽ ഏറ്റവും വേണ്ടത് ഇതാണ്, കംപ്ലയൻസ്. ആള് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ മരുന്ന് നമുക്ക് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ കാര്യമായ അഡ്വേഴ്സ് എഫക്ട് പ്രൊഫൈലൊക്കെ വളരെയധികം കുറവാണ്. സോ പേഷ്യന്റ് വിൽ ടേക്ക് ദ മെഡിസിൻ, കൃത്യമായിട്ട് മരുന്ന് കഴിച്ചോളും. ആൻഡ് ഈ മരുന്നിന്റെ ഉപയോഗം പറയുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് ലൈൻ അല്ല. ഇറ്റ്സ് നോട്ട് ഫസ്റ്റ് ലൈൻ അല്ല, ഇറ്റ്സ് എ സെക്കൻഡ് ലൈൻ ആണ്. ഫസ്റ്റ് ലൈൻ മെറ്റ്ഫോർമിനൊക്കെയാണ്. സെക്കൻഡ് ലൈൻ ഓഫ് ആന്റി ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഡ്രഗ് ആണ്. സോ സാധാരണ ഫസ്റ്റ് ലൈൻ്റെ ഒപ്പം ആഡ് ഓൺ ഡ്രഗ് ആയിട്ടായിരിക്കും ആസ് എൻ ആഡ് ഓൺ ഡ്രഗ്. ദെൻ ADA റെക്കമെൻഡ്സ് ഫോർ പ്രീ ഡയബറ്റീസിന് വരെ റെക്കമെൻഡ്
റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് പ്രീ ഡയബറ്റീസ് ബിക്കോസ് ഓഫ് ഇറ്റ് സേഫ്റ്റി ഉള്ളതുകൊണ്ടാണ്. ഇവന്റ് ഫ്രീ ക്യാരക്ടേഴ്സ്, പ്രത്യേകിച്ച് മരുന്ന് കഴിച്ചിട്ടുള്ള ഇവന്റുകളൊക്കെ കുറവാണ്. ദെൻ എപ്പോഴെങ്കിലും നമുക്ക് HbA1c 7% മുകളിലുള്ള ആൾക്കാരിൽ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് മരുന്ന് ആഡ് ഓൺ ഡ്രഗ് ആയിട്ട് ഉപയോഗിക്കാം. ഒരു മരുന്നാണെങ്കിൽ അതിനൊപ്പം ഉപയോഗിക്കാം, 2 മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ഉപയോഗിക്കാം. അല്ലെങ്കിൽ HbA1c നമുക്ക് 1.5 to 2% ഒരു ടാർഗറ്റ് ഇട്ട് നമുക്ക് കുറയ്ക്കാൻ തീരുമാനിക്കുന്ന രോഗികളിലാണെങ്കിൽ അല്ലെങ്കിൽ രോഗികൾക്ക് ഇത് ഉപയോഗിക്കാം. സോ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കുന്നത് ടൈപ്പ് 1 എന്ന് ഓർമ്മിക്കുക, ഓൺലി ഇൻ ടൈപ്പ് 2 ഡയബറ്റീസിൽ മാത്രം ഉപയോഗിക്കുന്ന മരുന്നാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഫോർ ടൈപ്പ് 1. അപ്പോൾ ഗ്ലിപ്റ്റിൻസ് ഓർ DPP-4 ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഈ മരുന്നുകളുടെ പേരുകൾ നമ്മൾ ഇതുവരെ പറഞ്ഞു. സോ മരുന്നുകൾ ഏതെല്ലാമാണ് നോക്കാം. സോ ഒന്നാമത്തെ കാര്യം, മരുന്നുകളെ കുറിച്ച് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും പേര് അവസാനിക്കുന്നത് ഗ്ലിപ്റ്റിൻസിലാണ് എന്ന് ഞാൻ പറഞ്ഞു. ഗ്ലിപ്റ്റിൻസിലാണ്. സോ ഈ ഗ്ലി എന്നുള്ള വാക്ക് ഏത് ആന്റി ഡയബറ്റിക് മരുന്ന്, ഇപ്പൊ ഗ്ലൂക്കോസും ഇൻസുലിനുമായിട്ട് ബന്ധമുള്ള എല്ലാത്തിലും ഗ്ലൂക്കോസ് GLI എന്നുള്ള വാക്ക് ഉണ്ടായിരിക്കണം എന്നാണ് WHO പറഞ്ഞിരിക്കുന്നത്. സോ ദർ വിൽ ബി ഗ്ലി ആൻഡ് ദിസ് I4 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നതിനാണ് നമ്മൾ EINs ഉപയോഗിക്കുക. സോ എല്ലാം ഗ്ലിപ്റ്റിൻസ് മരുന്നുകളാണ്. ആൻഡ് രണ്ടാമത്തെ കാര്യം, എല്ലാം ഓറലാണ്, ഇഞ്ചെക്റ്റബിൾ ഒന്നുമല്ല, എല്ലാം ഓറലായിട്ട് ഗുളികയായിട്ടോ ആ രീതിയിലൊക്കെ കൊടുക്കുന്ന മരുന്നാണ്. മൂന്നാമത്തെ, എല്ലാം ദിവസേന കഴിക്കുന്നതാണ്, ഡെയിലി മരുന്ന് കഴിക്കേണ്ടതാണ്. എക്സെപ്റ്റ് ഒരെണ്ണം ഒഴിച്ച്, അത് മരുന്ന് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു, ഗ്ലിപ്റ്റിൻസ് ഞാൻ ഇത്ര G മാത്രം എഴുതുന്നുള്ളൂ. സോ ഒമാരിഗ്ലിപ്റ്റിൻ എന്ന് പറയുന്ന മരുന്ന് ആഴ്ചയിൽ ഒരിക്കൽ മതി, വൺസ് വീക്ക്ലി, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഡെയിലി, ചിലപ്പോൾ 2 നേരമായിരിക്കും, ചിലപ്പോൾ 3 നേരമായിരിക്കും, ചിലപ്പോൾ 1 നേരമായിരിക്കാം കഴിയും. ആൻഡ് ഇനി മരുന്നുകളുടെ പേര് നമുക്ക് പറയാം. ആദ്യം പുറത്തിറങ്ങിയ മരുന്ന് സിറ്റാഗ്ലിപ്റ്റിൻ. G മാത്രം ഞാൻ എഴുതുന്നുള്ളൂ. സിറ്റ 2006 പുറത്തിറങ്ങിയത്. 2007 പുറത്തിറങ്ങിയത് വിൽഡാഗ്ലിപ്റ്റിൻ ആണ് 2007 പുറത്തിറങ്ങിയ മരുന്ന്. പക്ഷേ US ഇത് FDA അപ്രൂവൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് യൂസ്ഡ് ഇൻ US. പക്ഷേ യൂറോപ്യൻ യൂണിയൻ അംഗീകരിച്ചിട്ടുള്ള മരുന്നാണ്, ഇന്ത്യയിൽ വൈഡ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന മരുന്ന് കൂടിയാണ്. ദെൻ 2009 പിന്നെ പുറത്തിറങ്ങിയ മരുന്നാണ് സാക്സാഗ്ലിപ്റ്റിൻ എന്ന് പറഞ്ഞ മരുന്ന്. ദെൻ പിന്നെ ഇറങ്ങിയതാണ് ലിനാഗ്ലിപ്റ്റിൻ പിന്നെ വന്നു. ദെൻ 2012 ഇറങ്ങിയതാണ് ജെമിഗ്ലിപ്റ്റിൻ എന്ന മരുന്ന്. അത് കൊറിയയിലാണ് ഇറങ്ങിയത്, ഇന്ത്യയിൽ ഇതുവരെ എത്തിയിട്ടില്ല, ഇന്ത്യയിൽ എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഉള്ള ഒരു മരുന്ന് അനാഗ്ലിപ്റ്റിൻ ആണ്, അനാഗ്ലിപ്റ്റിൻ എന്ന് പറയുന്ന മരുന്ന്. ദെൻ പിന്നെ ഉള്ളത് ടെനലിഗ്ലിപ്റ്റിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ഒരെണ്ണം കൂടി ഓർത്തേക്കാം, അലോഗ്ലിപ്റ്റിൻ 2013 US FDA അംഗീകരിച്ചിട്ടുള്ള മരുന്നാണ്. സോ ഇത്രയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഈ ഗ്രൂപ്പിലെ മരുന്ന്. ഇനിയും വേറെ മരുന്നുകളുണ്ടോ ഗ്ലിപ്റ്റിൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെയും പല ഗ്ലിപ്റ്റിൻസ് ഉണ്ട്, ഞാൻ ഇവിടെ എഴുതാം. ഒന്ന് ട്രെലാഗ്ലിപ്റ്റിൻ ആണ്. ഇതെല്ലാം കൊറിയയിലോ ജപ്പാനിലോ അല്ലെങ്കിൽ ചൈനയിലോ ഒക്കെ അംഗീകരിക്കപ്പെട്ട മരുന്നായിരിക്കും, മറ്റു രാജ്യങ്ങളിലേക്ക് അധികം എത്തിയിട്ടില്ല. ട്രെല ഞാൻ പറഞ്ഞു. ദെൻ ഒമാരി ഓൾറെഡി ഞാൻ പറഞ്ഞു, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കഴിക്കാവുന്നതാണ്. ദെൻ ഇവോഗ്ലിപ്റ്റിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ഗോസോഗ്ലിപ്റ്റിൻ ഉണ്ട്, ഇത് റഷ്യയിലുള്ള മരുന്നാണ് ഗോസോഗ്ലിപ്റ്റിൻ. ചൈനയിലുള്ള മരുന്ന് റെറ്റാഗ്ലിപ്റ്റിൻ ആണ്. ദെൻ ഉടൻ പുറത്ത് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മരുന്നാണ് ഡ്യൂട്ട ഉണ്ട്, ഡെന ഉണ്ട്. പിന്നെയും ചില മരുന്നുകൾ കൂടിയുണ്ട്, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇതിനെ മറികടന്ന് വന്നേക്കാം. ഇനി ഒരു ചെടിയുടെ കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഒരു ചെടി എന്നാണ് ഞാൻ പറഞ്ഞത്, ഒരു ചെടി, ആ ചെടിയുടെ പേര് ബെർബറി എന്നാണ്. ബെർബറി എന്ന് പറയുന്ന ഒരു ചെടിയിലെ ബെർബറിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് ഉണ്ട്. ഈ ആൽക്കലോയിഡ് ഈസ് എ DPP-4 ഇൻഹിബിറ്റർ ആണ്. സോ ഇത് DPP-4 ഇൻഹിബിറ്റർ റിയാക്ഷൻ ഉള്ളതുകൊണ്ട് ഒരു ആന്റി ഡയബറ്റിക് എഫക്റ്റ് ഉള്ള മരുന്നാണ്. സോ ഇറ്റ്സ് എ ഫൈറ്റോകെമിക്കൽ മരുന്ന് മാത്രമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ഒക്കെ ആയിട്ടൊക്കെ ഉപയോഗിച്ചേക്കാം. ഇനി നമുക്ക് പറയാനുള്ളത്, ഇവിടെ മെക്കാനിസം ഓഫ് ആക്ഷനിൽ എല്ലാ മരുന്നും ഒരേപോലെ അല്ല പ്രവർത്തിക്കുക എന്നുള്ള. അപ്പൊ ഒരു സെല്ലാണെന്ന് വിചാരിക്കുക, ഈ സെല്ലിൽ ഇതാണ് DPP-4 എന്ന് വിചാരിക്കുക, ഒരു സെൽ മെംബ്രെയിനിലുള്ള ഭാഗം, ഒരു ഇൻസൈഡുള്ള ഭാഗം, ഒരു പുറത്തേക്കുള്ള ഭാഗം, ഇത്ര ഉണ്ടാകും. DPP-4 എൻസൈംസ് എന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ടാകും. സോ ഈ സൈറ്റ് എൻസൈമിന്റെ പല ഭാഗങ്ങളിൽ ഒട്ടിച്ചേർന്നിട്ടായിരിക്കും ഈ മരുന്നുകളൊക്കെ വർക്ക്. സോ ഞാനൊരു 5 സൈറ്റ് എഴുതാം. ഇത് S2 എക്സ്റ്റെൻസീവ് എന്നുള്ള സൈറ്റ് ആണ്. ദെൻ ഒരു S2 സൈറ്റ് ഉണ്ട്, ദെൻ ഒരു S1 സൈറ്റ് ഉണ്ട്, ദെൻ ഒരു S2 ഡാഷ് ഉണ്ട്, S1 ഡാഷ്, ഇങ്ങനെയുള്ള സൈറ്റുകളുണ്ട്. സോ നമ്മുടെ പല മരുന്നുകളും ഈ സൈറ്റിൽ പല സ്ഥലങ്ങളിലായിരിക്കും ഒട്ടിപ്പിടിക്കുക. ഇപ്പൊ ഉദാഹരണം S2 S1 ഈ ഭാഗത്ത് മാത്രം ഒട്ടിപ്പിടിക്കുന്ന മരുന്നാണ് വിൽഡയും സാക്സാഗ്ലിപ്റ്റിനും ഒട്ടിച്ചേരുന്നത് S1ലും S2ലും മാത്രമാണ്. ആൻഡ് ദേ ആർ ഫോമിങ് ഇറിവേഴ്സിബിൾ ബൈൻഡിങ് ആണ്, അവിടെ ചേർന്ന പിന്നെ പിടിവിടാറില്ല. ഓക്കെ, ആൻഡ് ദേ ഡിസോസിയേറ്റ് സ്ലോലി ഫ്രം ദ ഈ ബൈൻഡിങ് സൈറ്റിൽ നിന്ന് വളരെ സാവധാനം മാത്രമേ വിട്ടുപോകത്തുള്ളൂ. സോ ദേ ആർ ലോങ് ആക്ടിങ് ആയിരിക്കും കുറെ കൂടി. ദെൻ ഇതിൽ 3ലും കൂടി പിടിക്കാവുന്ന മരുന്നാണ് S2ലും S2 എക്സ്റ്റൻസീവിലും S1ലും S2ലും കൂടി പിടിക്കാവുന്ന
മരുന്നാണ് നമ്മൾ ഏറ്റവും ആദ്യം ഇറങ്ങിയ സിറ്റാഗ്ലിപ്റ്റിൻ അല്ലെങ്കിൽ ടെനലിഗ്ലിപ്റ്റിൻ പോലെയുള്ള മരുന്ന്. ഇത്രയും സ്ഥലത്തെ കുട്ടിച്ചേരും. ദെൻ ഇവിടെ മാത്രവും ഇവിടെയും ഇത്രയും സ്ഥലം S2 എക്സ്റ്റൻസീവ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഒട്ടിപ്പിടിക്കാവുന്ന ചില മരുന്നുകളുണ്ട്. ഉദാഹരണത്തിന് അലോഗ്ലിപ്റ്റിൻ, ലിനാഗ്ലിപ്റ്റിൻ പോലെയുള്ള മരുന്നുകൾ ഇവിടെ മാത്രം ഇത്രയും സ്ഥലങ്ങളിൽ മാത്രം ഒട്ടിച്ചേരാവുന്ന മരുന്നുകളാണ്. സോ ഇങ്ങനെയുള്ള മരുന്നുകൾ ദേ ആർ ഹൈലി പൊട്ടന്റ് ആണ്. ഇമ്മീഡിയറ്റ് എഫക്റ്റ് കൂടുതലായിരിക്കും. പൊട്ടൻസിയും ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. സോ ഇങ്ങനെ നമുക്ക് തരംതിരിക്കുന്നതിന് നമ്മൾ ക്ലാസ് എന്നാണ് വിളിക്കുക. സോ ദിസ് ഈസ് ക്ലാസ് 2. ഇത് ക്ലാസ് 2 മരുന്നുകളാണ്. സിറ്റ ഒക്കെ ക്ലാസ് 1 മരുന്നുകളാണ്. അലോഗ്ലിപ്റ്റിനൊക്കെ ക്ലാസ് 3 മരുന്നുകളാണ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും ബുക്കുകളിലൊന്നും ലഭ്യമായിട്ടില്ല ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ. ദെൻ പിന്നെയും വേറെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. സോ ഇതിൽ വിൽഡ, സാക്സ തുടങ്ങിയവയെ നമ്മൾ സബ്സ്ട്രേറ്റ് എൻസൈം ബ്ലോക്കേഴ്സ് എന്നാണ് വിളിക്കുക. എന്ന് വിളിക്കും. ബാക്കി എല്ലാത്തിനെയും നമ്മൾ വിളിക്കുക കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സ്. സോ ദർ ഈസ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ഉണ്ട്, സബ്സ്ട്രേറ്റ് എൻസൈം ബ്ലോക്കേഴ്സ്. സോ വീണ്ടും അനദർ വേ ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇങ്ങനെയും നമുക്ക് ഡ്രഗുകളെ ക്ലാസിഫൈ ചെയ്യാം. ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. സോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ മെക്കാനിസം ഒന്നും ആയിട്ടില്ല ഇത്. ഇനി എല്ലാ മരുന്നും ഓറലി ഗിവൺ ആണെന്ന് പറഞ്ഞു. ഓറലായിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സംശയം ഫുഡ് ഇന്റർഫിയർ ചെയ്യുമോ എന്നാണ്. ഫുഡ് ഇന്റർഫറൻസ് കുറവാണെന്നല്ല, ഇല്ല. സോ നമുക്കിത് ഭക്ഷണത്തിന് മുമ്പോ ശേഷമോ റിഗാർഡ്ലെസ് ഓഫ് ഫുഡ് നമുക്കിത് കഴിക്കാം. സോ അതാണ് അബ്സോർപ്ഷൻ, യാതൊരു പ്രശ്നവും ഇല്ല. ഇനി ഈ മരുന്നുകളുടെ ഏറ്റവും പൊട്ടന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാക്സാഗ്ലിപ്റ്റിൻ ആണ് മോസ്റ്റ് പൊട്ടന്റ് DPP-4 ഇൻഹിബിറ്റർ. അതിന്റെ ഡോസ് 2.5 to 5 മില്ലിഗ്രാം OD. ദിവസം ഒരു നേരം കഴിച്ചാൽ മതി. 2.5 to 5 മില്ലിഗ്രാം മതി. പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്. ദീസ് ആർ CYP3A4. അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള അതുമായിട്ട് മെറ്റബോളൈസ് ചെയ്യുന്ന പല മരുന്നുകളായിട്ട് ഇന്ററാക്ഷൻസ് പോസിബിൾ ആണ് എന്നുള്ളതാണ് ഈ മരുന്നിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മാത്രമല്ല കിഡ്നി ഡാമേജ് ഉള്ള ആൾക്കാരിൽ മരുന്നിന്റെ ഡോസ് കുറയ്ക്കുകയും വേണം. സോ ഇതാണ് സാക്സാഗ്ലിപ്റ്റിനെ പറ്റി പറയാം. ദെൻ രണ്ടാമത്തെ മരുന്ന് നമുക്ക് പറയാനുള്ളത് ലിനാഗ്ലിപ്റ്റിൻ ആണ്. ലിനാഗ്ലിപ്റ്റിൻ കുറേയും കൂടി എഫിക്കേഷ്യസ് ആയിട്ടുള്ള മരുന്നാണ്. 5 മില്ലിഗ്രാം OD, 5 മില്ലിഗ്രാം ദിവസമാണ് ഡോസ്. ഇപ്പൊ മെറ്റ്ഫോർമിനൊക്കെ ഒപ്പം കൊടുക്കുമ്പോഴത്തേക്കും 2.5 മില്ലിഗ്രാം മാത്രമായിട്ട് മെറ്റ്ഫോർമിൻ പ്ലസ് മെറ്റ്ഫോർമിൻ ചേർന്ന ഗുളികയായിട്ടൊക്കെ അവൈലബിൾ ആണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം കിഡ്നി ഡിസീസ് ഉണ്ടായാലും ലിവർ ഡിസീസ് ഉണ്ടായാലും നോ നീഡ് ടു അഡ്ജസ്റ്റ് ദ ഡോസ് വിൽ ബി ദ സെയിം. സോ ഡോസ് കുറക്കേണ്ട ആവശ്യമില്ല. സോ ബിക്കോസ് ദർ ഇസ് നോ റീനൽ എലിമിനേഷൻ ഫോർ ദിസ്. സോ ഒരു റീനോ വാസ്കുലാർ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ദ സേഫസ്റ്റ് ഡ്രഗ് ആണ് ഇൻ DPP-4. റീനോ വാസ്കുലാർ കോംപ്ലിക്കേഷൻസ് ഒക്കെ വളരെയധികം കുറവാണ്. ദെൻ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് നമ്മൾ പറഞ്ഞു സിറ്റാഗ്ലിപ്റ്റിൻ എന്ന് പറയുന്ന മരുന്നാണ് ആദ്യമായിട്ടുള്ളത്. ആൻഡ് ഒരു 100 ഏറ്റവും ടോപ്പ് പ്രിസ്ക്രിപ്ഷനിൽ വരുന്ന ഒരു മരുന്ന് കൂടിയാണ് സിറ്റാഗ്ലിപ്റ്റിൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നാണ്. സോ ഇവയുടെ ഡോസ് 100 മില്ലിഗ്രാം OD ആണ് സാധാരണ രീതിയിൽ. 100 മില്ലിഗ്രാം OD ആണ് സാധാരണ ഡോസ്. വൃക്ക രോഗികൾ, കിഡ്നി രോഗികളിൽ ഇതിന്റെ ഡോസ് കുറയ്ക്കേണ്ടി വരും. ലിവർ ഡിസീസിൽ സാധാരണ രീതിയിൽ കുറയ്ക്കേണ്ട, ഭയങ്കരമായിട്ട് ലിവർ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം വേണമെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ ഡോസ് കുറയ്ക്കേണ്ട ആവശ്യം ഇല്ല സിറ്റാഗ്ലിപ്റ്റിൻ. ദെൻ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രഗ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് വിൽഡാഗ്ലിപ്റ്റിൻ ആണ്. വിൽഡാഗ്ലിപ്റ്റിൻ എന്ന് പറയുന്ന മരുന്ന് വൃക്ക രോഗികളിൽ ഒരു പ്രശ്നമില്ല, കിഡ്നി രോഗികളിൽ ഡോസ് കുറയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ ലിവർ ഡിസീസസിൽ ഒഴിവാക്കാനാണ് UK ഗൈഡ് ലൈൻ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡോസ് കുറയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യും. സോ ഇൻ ലിവർ ഡിസീസസ് വിൽഡാഗ്ലിപ്റ്റിൻ ഒഴിവാക്കുക. ഓക്കെ, സാധാരണ ഡോസ് 25 മില്ലിഗ്രാം BD വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷേ 50 മില്ലിഗ്രാം 50 മില്ലിഗ്രാം 2 നേരമാണ് ഇതിന്റെ സാധാരണ ടിപ്പിക്കൽ ഡോസ് ഓഫ് വിൽഡാഗ്ലിപ്റ്റിൻ എന്ന് പറയും. സോ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് സിറ്റാഗ്ലിപ്റ്റിൻ ആണ്, വിൽഡാഗ്ലിപ്റ്റിൻ ആണ്. ഇത് രണ്ടുമാണ് ഉപയോഗിക്കുന്നത്. സോ ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് എപ്പോഴും ഒരു കമ്പാരിസൺ എപ്പോഴും വരും. എങ്കിലും കൃത്യമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും നമുക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ FBS ഏറ്റവും അധികം കുറയ്ക്കുക ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഏകദേശമൊക്കെ സെയിം ആണ്. എങ്കിലും വിൽഡാഗ്ലിപ്റ്റിൻ ആണെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. ചില റിപ്പോർട്ടുകളിൽ സിറ്റയും പറയുന്നുണ്ട്. സോ എങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എങ്കിലും നമുക്ക് തൽക്കാലം വിൽഡയ്ക്ക് ഫസ്റ്റ് മാർക്ക് കൊടുക്കാം. ദെൻ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കുന്നത് കൂടുതൽ വിൽഡാഗ്ലിപ്റ്റിൻ ആണ് എന്നാണ് പറയുക. ദെൻ ലോങ് ടേം എഫിക്കസി ഓൾമോസ്റ്റ് സിമിലർ ആണ്. ചെറിയ വ്യത്യാസങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതും കുറച്ച് വിൽഡാഗ്ലിപ്റ്റിന് കൂടുതലാണ്. ഓക്കെ, ദെൻ ഏഷ്യൻ പോപ്പുലേഷനിൽ സിറ്റാഗ്ലിപ്റ്റിന് കുറച്ച് HbA1c കുറയ്ക്കുന്നത് ഒരു 1.3% വരെ കുറയ്ക്കാം എന്നൊരു ചില പഠനങ്ങൾ പറയുന്നതായിട്ട് കാണിക്കും. സിറ്റാഗ്ലിപ്റ്റിന് ഏഷ്യൻ പോപ്പുലേഷനിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയുന്നു. ദെൻ ഇൻസുലിൻ റെസിസ്റ്റന്റ്
ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യുന്ന കാര്യത്തിൽ ദേ ആർ ബോത്ത് ഈക്വൽ. വിൽഡ ആയാലും സിറ്റ ആയാലും സോ ഈക്വലി എഫിക്കേഷ്യസ് ആണ്. രണ്ടും V = S എന്ന് എഴുതാം. മിക്കവാറും കാര്യത്തിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ദെൻ ടെനലിഗ്ലിപ്റ്റിൻ ആണ് അടുത്തത്. ടെനലിഗ്ലിപ്റ്റിൻ 20 മില്ലിഗ്രാം ആണ് OD. ദിവസം ഒരു നേരം കഴിച്ചാൽ മതി. 40 മില്ലിഗ്രാം വരെ വേണമെങ്കിൽ ആക്കാം. കിഡ്നി ഡിസീസസിൽ സേഫ് ആണ്. ഇതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അടുത്തത് അലോഗ്ലിപ്റ്റിൻ ആണ്. അലോഗ്ലിപ്റ്റിൻ 25 മില്ലിഗ്രാം OD ആണ് സാധാരണ ഡോസ്. റീനൽ ഡിസീസിൽ അളവ് കുറയ്ക്കേണ്ടി വരും. ഓക്കെ, സോ ഏറ്റവും സേഫ് ആയിട്ട് തോന്നുന്നത് ഇതാണ്, ലിനാഗ്ലിപ്റ്റിൻ ആണ്. കാരണം കിഡ്നി ഡിസീസ് ആയാലും റീനൽ ഡിസീസ് ആയാലും ഡോസ് ഒന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി പൊട്ടന്റ് ആണ്. ദിവസം ഒരു നേരം കൊടുത്താൽ മതി. ഓക്കെ, പക്ഷെ അതിന് ഭയങ്കര വില കൂടുതലാണ്. ഇത് രണ്ടുമാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതലുള്ള മരുന്ന്. സോ ഇത്രയും മരുന്നുകളെ കുറിച്ച് പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം കൊറിയയിലും ജപ്പാനിലൊക്കെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് പറയേണ്ടത് അഡ്വേഴ്സ് എഫക്ട്സ് ആണ്. അഡ്വേഴ്സ് എഫക്ട്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് കാര്യമായ ഇവന്റ് ഫ്രീ ഡ്രഗുകളാണ്. വലിയ കാര്യമായിട്ടുള്ള അഡ്വേഴ്സ് എഫക്റ്റുകളൊന്നും തന്നെ ഈ മരുന്നുകൾക്ക് ഇല്ല എന്നുള്ളതാണ് ഇവയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എങ്കിലും അഡ്വേഴ്സ് എഫക്റ്റ് വരാവുന്നെങ്കിൽ ഒന്ന് നൗസിയ വൊമിറ്റിംഗ് തന്നെയാണ്. അതും അത്ര വലിയ പ്രശ്നമുള്ള നൗസിയ വൊമിറ്റിംഗ് ഒന്നുമല്ല. എങ്കിലും യൂഷ്വലി ടോളറബിൾ ആണ്. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ഓഫ്. ഇതാണ് ഒരു സാധാരണ അഡ്വേഴ്സ്. ദെൻ രണ്ടാമത്തത്, ദീസ് ഡ്രഗ്സ് ക്യാൻ ഇന്റർഫിയർ വിത്ത് ലിംഫോസൈറ്റ്സുമായിട്ട് ഇന്റർഫിയർ ചെയ്യാം. ലിംഫോസൈറ്റ്സിന്റെ ഇപ്പൊ ഇത് ലിംഫോസൈറ്റ് ആണെങ്കിൽ അതിന്റെ പുറത്തുള്ള DPP-4 വന്ന് പ്രശ്നമുണ്ടാക്കാം. സോ അത് തടയുന്നത് മൂലം ഏറ്റവും കൂടുതലുള്ളത് സാക്സാഗ്ലിപ്റ്റിൻ ആണ്. ഇത് കൂടുതൽ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. സോ നെയ്സോഫാരിഞ്ചൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണ് ഉണ്ടാക്കുക. സോ അതിലൊന്നാണ് നെയ്സോഫാരിഞ്ചൈറ്റിസ്. ഇൻഫ്ലമേറ്ററി ചാൻസ് കൂടുതലായിട്ട് ഉണ്ടാക്കാം. ദെൻ അതുകൊണ്ട് തന്നെ ജോയിന്റ് പെയിൻ ഉണ്ടാക്കാം എന്നും പറയുന്നുണ്ട്. ജോയിന്റ് പെയിൻ വാണിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രിമിറ്റി പെയിൻ വാണിംഗ്. FDA കൊടുത്ത വാണിംഗ് സിറ്റാഗ്ലിപ്റ്റിന് ബാധകമാണ്, സാക്സാഗ്ലിപ്റ്റിന് ബാധകമാണ്, ലിനയ്ക്കും ബാധകമാണ്, അലോഗ്ലിപ്റ്റിനും. US ഈ 4 മരുന്നേ ഉള്ളൂ. വിൽഡ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ ലിസ്റ്റിൽ ഇല്ലാത്തതെന്ന് ഞാൻ കരുതുന്നു. സോ ഇവയെല്ലാം ജോയിന്റ് പെയിൻ അല്ലെങ്കിൽ എന്താണ് പറയാ, ജോയിന്റ് പെയിന്റെ വാണിംഗ് FDA കൊടുത്തിട്ടുണ്ട്. ദെൻ ഹെഡ് ഏക്ക്, ഒരു തലവേദന ഉണ്ടാക്കാവുന്ന ഒരു മരുന്ന്. അതിൽ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് വിൽഡാഗ്ലിപ്റ്റിനാണ് ഹെഡ് ഏക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കാനുള്ള. നെയ്സോഫാരിഞ്ചൈറ്റിസ് വിൽഡയിലാണോ സിറ്റയിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിറ്റാഗ്ലിപ്റ്റിനാണ് നെയ്സോഫാരിഞ്ചൈറ്റിസ് കൂടുതലായിട്ട് ഉണ്ടാക്കാനുള്ള ചാൻസ്. ദെൻ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കുറച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം. വിൽഡ = സിറ്റ എന്ന് നമുക്ക് പറയാം. ദെൻ ഹൃദയ സംബന്ധമായിട്ട് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നും ഈ മരുന്നുകൾക്ക് ഇല്ല. സോ ഡയബറ്റീസ് വിത്ത് കാർഡിയോവാസ്കുലർ ഡിസീസിൽ ഈ മരുന്നുകൾക്ക് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമില്ല. എങ്കിലും ദോഷം പ്രത്യേകിച്ച് ഇല്ലതാണ്. എങ്കിലും 2 മരുന്നുകൾ, ഉദാഹരണം സാക്സാഗ്ലിപ്റ്റിൻ ആൻഡ് ഓൾസോ അലോഗ്ലിപ്റ്റിൻ, ഇത് രണ്ടും ഇറ്റ് ക്യാൻ റിസ്ക് ഓഫ് ഹേർട്ട് ഫെയിലിയർ റിസ്ക് ഇംപ്രൂവ് ചെയ്യാം എന്ന് US FDA ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. സോ 2 മരുന്നുകൾ സാക്സയും അലോയും മാത്രമാണ്. ദെൻ പിന്നെ നമുക്ക് പേടിയുണ്ടായിരുന്നത് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാക്കുമോ അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ക്യാൻസർ ഉണ്ടാക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ പേടിയ സ്ഥാനത്താണ്. കാര്യമായിട്ടുള്ള റിസ്ക് ഇല്ല, വളരെയധികം റിസ്ക് കുറവാണ് ഈ മരുന്നുകൾക്ക് എന്നാണ് ഇതുവരെയുള്ള അനുമാനം. ഇനി നമുക്ക് പറയാനുള്ളത് DPP-4 ഡ്രഗ്സ് കമ്പൈൻ ചെയ്ത് കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കോമ്പിനേഷൻ. സോ മെറ്റ്ഫോർമിനൊപ്പം DPP-4 ഈസ് കമ്പൈൻ. ഓക്കെ, ദെൻ മെറ്റ്ഫോർമിൻ പ്ലസ് സൾഫണല്യൂറിയ പ്ലസ് DPP-4. ഇവിടെയും DPP-4 ആണ്. DPP-4 കോമ്പിനേഷൻ ആയിട്ട് അവൈലബിൾ ആണ്. ദെൻ സൾഫണല്യൂറിയ പ്ലസ് DPP-4 കോമ്പിനേഷൻ ആയിട്ട് അവൈലബിൾ ആണ്. ഇത് കൊടുക്കുമ്പോൾ സൾഫണല്യൂറിയ ഓൾറെഡി ഇറ്റ് ക്യാൻ കോസ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കാം. അപ്പോൾ DPP-4 കൂടി ചെല്ലുമ്പോൾ കുറച്ചും കൂടി ഒരു ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വയസ്സായിട്ടുള്ള ആൾക്കാരിലൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടി ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കാം. ദെൻ തയാസോളിഡോൺ ഡയോൺസ്, അതിൻ്റെയും ഒപ്പം നമുക്ക് DPP-4 ഉപയോഗിക്കാം. ദെൻ വി ക്യാൻ ഗിവ് വിത്ത് ഇൻസുലിൻ ഓൾസോ. ഇൻസുലിൻ പ്ലസ് DPP-4 ഇൻ ടൈപ്പ് 2 ഡയബറ്റീസിലാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഉപയോഗിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് DPP-4 ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ച് പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.